ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബാക്ക് യാർഡാണ്. ഈ വീടിൻ്റെ ബാക്ക് യാർഡിൽ കുറേ ചെടികളും ഒരു ആപ്പിൾ ട്രീയും പിന്നെ കുറേ ബെറീസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് എൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ചിലപ്പോൾ അറിഞ്ഞൊന്നും വരത്തില്ല, പ്രത്യേകിച്ച് പൂക്കളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഈ ചെടിയൊക്കെ മൊട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഇത് പൂക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പിങ്ക് കളറിൽ ബണ്ടിലായിട്ട് കൊല കുത്തി പൂത്ത് കിടക്കും. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെട്ടി കറക്റ്റ് ലെവലിൽ ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഈ ബാക്ക് യാർഡിലേക്ക് വരുന്നത് ഈ വഴി കൂടെയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു ബാക്ക് യാർഡാണിത്. ഇനി ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറേ റോസ്മേരി, പിന്നെ എനിക്ക് പേരറിഞ്ഞൂടാത്ത കുറേ ഹെർബ്സ്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കാട്ടുചെടികളും ഒക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാം ഹെർബ്സ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് നമ്മുടെ മിൻ്റായിരിക്കും എന്നാണ്. അപ്പം ഞാൻ പൊട്ടിച്ച് മണപ്പിച്ച് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഇതാ സംഭവം അല്ല എന്ന്. പിന്നെ ഇതേ നമ്മുടെ നാട്ടിൽ മറ്റേ അത്തം ഓണത്തിന് അത്തം ഇടൂലേ, പൂക്കളം ഇടൂലേ, ആ സമയത്ത് എന്തായിരുന്നു അതിൻ്റെ പേര്, വാടാമുല്ല, അതുപോലെ ഇല്ലേ, അതിൻ്റെ പോലത്തെ ഒരു പൂവ്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു വോയിസ് ഓവർ കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങളിതൊക്കെ കണ്ടിട്ട് വരൂ, കാരണം എനിക്കതിങ്ങനെ പറഞ്ഞു തരാൻ പേരൊന്നും അറിയത്തില്ലല്ലോ. ഈ ചെടി ഫുള്ളായിട്ട് ഇങ്ങനെ പൂത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കാണണേ. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൂവാണ് ഇതിപ്പോൾ മുട്ടയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. എൻ്റെ പൂത്ത് നിൽക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനൊരു എന്നുവെച്ചാൽ ഈ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഗാർഡൻ ഫുൾ ആ മണമാണ്. കാറ്റടിക്കുമ്പോഴൊക്കെ ഭയങ്കര മണമാണ്. ഞാനിത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് റൂമിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര മണം. അത് കല്യാണ സൗഗന്ധികോ അങ്ങനെ എന്തോ പറയുന്നൊരു പൂവുണ്ട് നാട്ടിൽ, അതിൻ്റെയൊക്കെ ഒരു സിമിലർ മണം. കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഈ കളറിൽ ഒരു ഡ്രസ്സൊക്കെ തയ്പ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ല ഭംഗിയില്ലേ, ഒരു എന്തോ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കളറ്. ലാവൻഡർ ഷെയ്ഡല്ല, അതിൻ്റെ കുറച്ചും കൂടി ഡാർക്കാന്ന് തോന്നുന്നുണ്ട്. ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗിയാട്ടോ നേരിട്ട് കാണാൻ. പേര് ബ്ലാക്ക് കറണ്ട് എന്നാണ് കേട്ടോ. ഇതിപ്പോൾ പച്ചയാണ്, പഴുത്തിട്ടില്ല. ഇത് പഴുത്ത് വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഭയങ്കര പുളി ആണ് അതിൻ്റെ ടേസ്റ്റ്. കഴിച്ചിട്ടൊരു സുഖമില്ലാത്തൊരു ടേസ്റ്റാണ്. പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മുന്തിരിയുടെ വല്ല കസിൻസായിട്ടൊക്കെ വരുമോയെന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം ഇലയും കാണാൻ അങ്ങനെയാണ്, പക്ഷെ മുന്തിരി പോലെ ഇങ്ങനെ കൊലയായിട്ടല്ല നിൽക്കുന്നത്. അത് ഇതിൻ്റെ സ്റ്റെമ്മിലാണ് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ മുന്തിരി വള്ളിച്ചെടിയാണ് ഇത്. പിന്നെ അങ്ങനെയല്ല, ഇങ്ങനെ
ബുഷ് പോലെയാണ് നിൽക്കുന്നത്. ഇത് ഗാർഡനിലേക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്പേസാണ്. അതിൻ്റെ ബാക്കിൽ കണ്ടോ, ആ വലിയ മതിലിൻ്റെ അപ്പുറത്ത് സ്കൂളാണ്. അപ്പം ഇങ്ങനെ സ്കൂളിൽ പിള്ളേർ കളിക്കുന്നതൊക്കെ ഭയങ്കര ബഹളങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ആപ്പിൾ ട്രീ. ഇത് വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ആപ്പിള് കുഞ്ഞി കുഞ്ഞിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പുറത്തെ വീട്ടിലെ മരം. ഇത് എനിക്ക് തോന്നുന്നു ചെറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിലായിട്ട് വൈൽഡ് സ്ട്രോബെറീസ് ഉണ്ട്, കാണിച്ചു തരാവേ. ബ്ലാക്ക് കറണ്ട് കണ്ടോ, ഇതിപ്പോൾ റെഡ് ആയിട്ടേ ഉള്ളൂ. ഇതിന് നല്ല ഡാർക്ക് കളറാവും, ബ്ലാക്ക് കളറാവും. അപ്പോഴാണ് കറക്റ്റ് പാകമാവുന്നത്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്ക് ആ പാഷൻ ഫ്രൂട്ടില്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സിമിലർ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ജാം ഉണ്ടാക്കാനും സ്ക്വാഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നന്നായിട്ട് പഴുക്കുമ്പോൾ ആ ഒരു കളറാണ് വരിക, നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ വരും. നല്ലൊരു മണമുണ്ട് കേട്ടോ ഇതിന്. പാഷൻ ഫ്രൂട്ടൊക്കെ നമുക്കൊരു മണം വരത്തില്ലേ, അതുപോലെ തന്നെ ഇതിന് നല്ലൊരു മണമുണ്ട്. ആപ്പിളൊക്കെ കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട്. ഈ കാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ റാസ്ബെറി നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഇതിൻ്റെ ഇടയിലേക്ക് കയറി വരാൻ. പിന്നെ പാമ്പൊന്നുമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ കയറിയത്.
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.